ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. മക്കളെ, ട്രയൽ അലോട്ട്മെന്റ് വന്നു. ജൂൺ 2-ാം തീയതി നമ്മളെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരികയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും അല്ലേ? ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫീസ് അടയ്ക്കണം. ഇപ്പം സയൻസിനോ കൊമേഴ്സിനോ ഹ്യൂമാനിറ്റീസിനോ ഏതിനായാലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അത് എത്രയാണ്, നമ്മൾ ഓരോ വിഭാഗത്തിൽ എത്ര ഫീസാണ് അടയ്ക്കേണ്ടത് എന്ന് പറയാൻ പോവുകയാണ്. രണ്ടാമത്, ഈ അഡ്മിഷൻ്റെ സമയത്ത് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ട 1-2 സർട്ടിഫിക്കറ്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഞാൻ സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, 28-ാം തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഓർമ്മിക്കാനൊരു കാരണമുണ്ട്. നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്യും. അപ്പോൾ ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിൽ, നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ ബോണസ് പോയിന്റിന് വേണ്ടിയാണോ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ കറക്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം തന്നെ നോക്കുക എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോയി, ഇൻ്റർവ്യൂവിന് പോയാൽ അവർ ആദ്യം ചോദിക്കുന്നത് ബോണസ് പോയിന്റ്, ഏതൊക്കെ ബോണസ് പോയിന്റ് ആണോ നിങ്ങൾ ക്ലെയിം ചെയ്ത് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കും. ഇതിലേതെങ്കിലും ഒന്ന് മിസ്സാണെങ്കിൽ നിങ്ങൾക്ക് ആ അഡ്മിഷൻ അവിടെ നഷ്ടപ്പെടും. ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ അപ്പോൾ മക്കൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ബോണസ് പോയിന്റ് അർഹരായ എല്ലാവരും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ കൊടുത്ത് ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലെയിം ചെയ്ത ബോണസ് പോയിന്റ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അത് മറന്നു പോവാതിരിക്കുക. ഓക്കെ. അതുപോലെ മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് EWS ആൾക്കാർക്ക് വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട്. അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ നിങ്ങൾ 10% സംവരണമുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് വേണം. ക്ലിയർ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ക്ലെയിം ചെയ്ത അത് ഒഴിവാക്കൽ, നിങ്ങൾ അഡ്മിഷനേ ലോസ് ആവും. അത് വെച്ചിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ആ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫീസുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ സയൻസ് സ്ട്രീമിൻ്റെ ഫീസല്ല കൊമേഴ്സും ഹ്യൂമാനിറ്റീസിനും. അപ്പോൾ സയൻസ് സ്ട്രീമിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ 505 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. കൊമേഴ്സിന് ഹ്യൂമാനിറ്റീസിന് 455 രൂപയാണ് ഗവൺമെൻറ് ഫീസ്. ഇതുകൂടാതെ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾക്ക് ഓരോ സബ്ജക്റ്റിനും 50 രൂപ വീതം എക്സ്ട്രാ ഫീസ് നമ്മൾ അടയ്ക്കണം. ഇതൊന്നുമല്ലാതെ ചിലപ്പോൾ എന്ത് ചെയ്യുക, PTA ഫണ്ടും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫണ്ടുകൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നതാണ്. ഒരുപാടൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ എമൗണ്ട് എക്സ്ട്രാ. ഓരോ സ്കൂളിലും വ്യത്യസ്തമാണ്. PTA ഫണ്ടൊക്കെ ഓരോ സ്കൂളിലും വ്യത്യസ്തമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും ചാനൽ. മക്കൾ എന്ത് ചെയ്യുക, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.